പാതയിൽ പാളിയോ എന്നാണ് ചോദ്യം. സ്മൃതി, പാതയിൽ പാളിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പാളിയിട്ടുണ്ട്. നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ ഒരു പരിസ്ഥിതി പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ആത്യന്തികമായി വരുന്ന ഒരു വിഷയം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ നിർമ്മാണം നടന്നിട്ടുണ്ടല്ലോ, അതിന് തുടർച്ചയായി കേരളത്തിലും വേണ്ടേ വികസനം എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു തർക്കവുമില്ല, കേരളത്തിൽ വേണം വികസനം. പക്ഷേ കേരളത്തിൻ്റെ പ്രകൃതിക്ക് അനുസൃതമായിട്ടാണോ ഈ നിർമ്മാണം എന്നുള്ളതാണ് ആത്യന്തികമായ ചോദ്യം. ഇത് ഇങ്ങനെയൊരു അപകടത്തിന് മുൻപ് തന്നെ ഇപ്പോൾ ശ്രീ ആൻഡ്രോ ചൂണ്ടിക്കാണിച്ചല്ലോ, നിങ്ങൾ പറയേണ്ടിയിരുന്നു, നിങ്ങൾ MP-മാർ MLA മാരും പറയേണ്ടിയിരുന്നു എന്ന് പറയുമ്പോൾ അത് പ്രതിപക്ഷ ഭാഗത്തു നിന്നാണ് ആ സ്വരം വരുന്നതെങ്കിൽ നിങ്ങൾ വികസന വിരോധികളാകും. വികസന വിരോധികളാണ് നിങ്ങൾ, ഈ നിർമ്മാണത്തെ, നിങ്ങൾ ഈ ദേശീയപാതയെ എതിർക്കുന്നവരാണ് എന്ന രൂപത്തിൽ അതിൽ ചാപ്പ കുത്തപ്പെടും. അതിൽ നിങ്ങൾക്ക് എത്ര പ്രതികരിച്ചാലും അതിലെ കുഴപ്പമല്ല വിലയിരുത്തപ്പെടുക, അതിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയമല്ല പരിഗണിക്കപ്പെടുക. ആ രൂപത്തിലാണ് പ്രതികരിക്കുക. അപ്പോൾ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടപ്പോൾ NHAയ്ക്കാണ് പൂർണ്ണമായ ചുമതല. NHAയുടെ ചുമതലകൾ എവിടെ നിന്ന് എവിടെ അവസാനിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി തന്നെ വാർത്താസമ്മേളനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് 6000 കോടി അങ്ങോട്ട് കൊടുത്തു. ഭൂമി വിട്ടുകൊടുത്തവർക്ക് നഷ്ടപരിഹാരം, നല്ല നഷ്ടപരിഹാരം കിട്ടിയ, നല്ല നഷ്ടപരിഹാരത്തിന് വേണ്ടി ചിലർക്കെങ്കിലും കോടതിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും നഷ്ടപരിഹാരം ലഭിച്ചിരിക്കുന്നു. അതൊരു നല്ല കാര്യം തന്നെ. അതുവരെയും മാത്രമാണോ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തം? ഈ ആളുകൾക്ക് അപകടം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ആരോട് ചോദിക്കുമെന്നൊരു വിഷയമുണ്ടല്ലോ. ആദ്യം കാണുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിനോടാണ്. സംസ്ഥാന സർക്കാർ എല്ലായിടത്തും ഇതിൻ്റെ അവകാശവാദവുമായി ഇത്രയും മനോഹരമായ റോഡ് ഞങ്ങളിത് നിർമ്മിച്ചിരിക്കുന്നു, ഇത്രയും വികസനം ഞങ്ങൾ നടപ്പാക്കിയിരിക്കുന്നു, രണ്ടാം പിണറായി സർക്കാർ എന്നിങ്ങനെ അവകാശവാദം പറയുമ്പോൾ ആ അവകാശവാദത്തിൽ കുഴപ്പങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിനാണ് ഉത്തരവാദിത്തം. ഇപ്പോൾ ശ്രീ ആൻഡ്രോ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലെ അഴിമതിയൊക്കെ ഏത് രൂപത്തിലാണ് വരുന്നത്, ഏത് തരത്തിലാണ്, ഏത് ഭാഗത്ത് വെച്ചാണ് അഴിമതി തുടങ്ങുന്നത് എന്നൊക്കെ വിശദമായി തന്നെ പറഞ്ഞു. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയം, കേരളത്തിൽ 41 പുഴകളുണ്ട്. പുഴകൾക്ക് ഈ വയലുകളിൽ കൂടി തന്നെയാണ് വെള്ളം അവിടേക്ക് ഒഴുകുന്നത്. വയലുകൾക്ക് സമീപമൊക്കെ വയൽത്തോടുകളുണ്ട്. ആ വയൽത്തോടുകൾ ഇല്ലാതാക്കിയിട്ടുള്ള നിർമ്മാണം എന്നുള്ള വലിയ അപകടം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പല സ്ഥലത്തെ നിർമ്മാണം, ഇപ്പോൾ കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത്, യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഈ വയലിനടുത്താണല്ലോ. അവിടെ വയലുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവിടെ മണ്ണിടിച്ച് നിരത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് അവിടേക്ക് മണ്ണിട്ടതെന്നുള്ളത് ശ്രീ ആൻഡ്രോ പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്നും ശാസ്ത്രീയമായിട്ടല്ല. ഈ ഉദ്യോഗസ്ഥർ വന്ന ഉടനെ പറയുന്നത് എന്താണ്? മഴ പെയ്തുകൊണ്ടാണെന്ന്. അപ്പോൾ മഴ ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ, മഴ ഇനിയും പെയ്യും. അപ്പോൾ എന്താണ് ഇത് സംഭവിക്കുക എന്നുള്ളത് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ആ ഭയപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ ഞങ്ങൾക്ക് താഴെ, അതിന് താഴെ എന്ന രൂപത്തിൽ അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് താഴേക്ക് പോവുകയാണ്. അപ്പോൾ ആത്യന്തികമായ ഉത്തരവാദിത്തം എവിടേക്കാണ് നിൽക്കുന്നതൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായി മറുപടിയാണ് വേണ്ടത്. ജനങ്ങളെ സംബന്ധിച്ച് റോഡിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. എവിടേക്ക് സഞ്ചരിച്ചാലും എവിടെ നിന്നാണ് ഇടിഞ്ഞു പൊഴിഞ്ഞു വീഴുക എന്നുള്ള ഭയം നിൽക്കുന്നു. ഇന്നിപ്പോൾ അവസാനം കേൾക്കുന്നത് ഈ വിണ്ടുകീറിയ റോഡിന് നടുവിൽ വാഹനം കുരുങ്ങി തലകീഴായി ആൾ താഴെ കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്ര ഭയപ്പെടുത്തുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ പറയുന്ന സർവീസ് റോഡുകൾ എങ്ങനെയാണ് വരുന്നത്? സർവീസ് റോഡുകൾ താഴേക്ക് പോകുമ്പോൾ അവിടെ മുഴുവൻ വെള്ളം നിറഞ്ഞ് ഇപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. ആ റോഡുകളുടെ അവസ്ഥ, മഴ പെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് അങ്ങനെ വെള്ളം അടിച്ച് താഴേക്ക് ചീറ്റി വീഴുകയാണ് താഴേക്ക്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുകയാണല്ലോ. ഒറ്റയടിക്ക് കാണുന്ന പോലെ ഇപ്പോൾ വിദേശ രാജ്യത്തൊക്കെ പോവുകയാണെങ്കിൽ വലിയ റോഡുകൾ ഒരു വശത്ത് നിർമ്മാണമാണെങ്കിൽ മറ്റേ വശത്ത് മുഴുവൻ വനമേഖലയാണ്. അപ്പോൾ അത് പരിസ്ഥിതി സൗഹൃദമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ നാടിന് വേണ്ട രൂപത്തിൽ അതിനെ നിലനിർത്തിക്കൊണ്ടാണ് ആ നിർമ്മാണം നടക്കുന്നത്. വികസനത്തിനൊപ്പം തന്നെ പരിസ്ഥിതിയും ഒരേപോലെ പരിഗണിച്ചുകൊണ്ടാണ് റോഡുകളൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. ഇത് പരസ്പരം ചെളിവാരി എറിയുകയല്ല. ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിനെ ഇത്രത്തോളം ട്രോളുന്നത് അല്ലെങ്കിൽ ആളുകൾ പരിഹസിക്കുന്നത് വലിയ അവകാശവാദവുമായി മന്ത്രി രംഗത്ത് വന്നു എന്നുള്ളതുകൊണ്ടാണ്. ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് മാസം തോറും യോഗം ചേരുന്നു, ജനപ്രതിനിധികളെ കാണുന്നു, ജനങ്ങളിൽ നിന്ന് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ പലപ്പോഴായി പറഞ്ഞു, വീടുകളിലേക്ക് വെള്ളം കയറുന്ന വിഷയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആരോടാണ് പറയുന്നത്? ഈ പറയുന്ന മലയാളം അറിയാത്ത ഉദ്യോഗസ്ഥരാണോ പറഞ്ഞ്? ഇപ്പോൾ മന്ത്രി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന നടന്ന യോഗങ്ങളുണ്ടെങ്കിൽ ആ യോഗങ്ങളിൽ ആരോട് സംസാരിച്ചു, ആരിൽ നിന്ന് എന്ത് കേട്ടു, ആ കേട്ടത് എങ്ങോട്ട് കൊടുത്തു എന്നൊക്കെ ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിനൊക്കെ ഉത്തരമാണ് വേണ്ടത്. പാതിയിൽ പാളി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. Meet the editors.